പരമാവധി ഈ ഒരു 5 വർഷവും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനുള്ളത്. കിട്ടിയ ഫണ്ടുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ആവശ്യമായ അതിൻ്റെ ഫയൽ നീക്കങ്ങളും അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെ സമയബന്ധിതമായി തീർക്കാൻ നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നതാണ്. ഏകദേശം 17 കിലോമീറ്റർ തീരദേശമുള്ള ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം. ആ മണ്ഡലത്തിലേക്ക് ഒരു 18 കോടിയിലധികം രൂപ വടകര മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ആ കടൽഭിത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് അതീവ ശോചനീയമായ അവസ്ഥയാണ് അവിടുത്തെ വീടുകൾ. പലരും വീട് ഒഴിഞ്ഞു പോവുകയാണ്. വളരെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു ആ പ്രദേശവാസികൾക്ക് ഉണ്ടായിരുന്നത്. അതിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന ഏറ്റവും വലിയ സന്തോഷമുണ്ട്. പിന്നെ മറ്റു പ്രവർത്തനങ്ങൾ ഇപ്പോൾ ടൂറിസം മേഖലയിലായാലും റോഡുകൾ, നിരവധി റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ, ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിപ്പിക്കാൻ ആവശ്യമായി എം എൽ എ ഫണ്ട് ഏകദേശവും അതിനു വേണ്ടി തന്നെയാണ് നീക്കിവെച്ചത്. അപ്പം അത്തരം പദ്ധതികൾ നടത്താൻ സാധിച്ചു. പിന്നെ വടകരയിലൊരു വലിയ സ്വപ്നമായിരുന്നു റവന്യൂ ടവർ എന്നത്. നിരവധി ഓഫീസുകൾ ഉണ്ടായിരുന്നു ആവശ്യം സിവിൽ സ്റ്റേഷനിൽ. പക്ഷേ താലൂക്ക് ഓഫീസ് കത്തിപ്പോയി. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പം അതിനേക്ക് ആ റവന്യൂ ടവർ നിർമ്മിക്കുക എന്നുള്ളതും ഒരു വലിയ കാലത്തെ സ്വപ്നമായിരുന്നു. അപ്പം അതൊക്കെ ഏകദേശം ഫൈനലിലേക്ക് എത്തിച്ചു. പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. മത്സ്യ മാർക്കറ്റ്, ഇവിടുത്തെ മത്സ്യക്കച്ചവടക്കാരുടെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതിപ്പം 6-7 വർഷമായി ആ പദ്ധതി വന്നിട്ട്, പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പം അത് TS ആയി ടെൻഡറിലേക്ക് വെച്ചിരിക്കുകയാണ്. ഫാമിലി കോർട്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര ഫണ്ടും സ്റ്റേറ്റ് ഫണ്ടും കൂടി ചേർന്നതാണ്. പക്ഷേ അതിനും കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. അതോടൊപ്പം സംസ്ഥാനത്ത് നിന്ന് ഫയൽ നീക്കത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ നീക്കി ആ ഫയൽ നീക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, എണ്ണിയെടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ, പദ്ധതികൾ ഈ വടകര മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്ന ഒരു സംതൃപ്തി, സന്തോഷമുണ്ട്. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏത് ഇതിലാണോ അതിലിടപെട്ട് പരിഹരിക്കാൻ ആവശ്യമായ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു കഠിന പ്രയത്നം ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തി നമ്മളെ വിലയിരുത്തുമ്പോൾ ഉണ്ടാവുമല്ലോ, ആ ഒരു സംതൃപ്തി എനിക്കുണ്ട്.